തോറ്റുപോയി എന്ന് കരുതുന്നവരോടാണ്. ലക്ഷ്യമില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ, അലസമായി പാതി വഴിയിൽ നിൽക്കുന്നവരോട്. ജീവിതത്തിൽ എങ്ങും എത്താതെ പോയവരെന്ന് പലരും പറഞ്ഞിട്ടുണ്ടാകാം. വലിയ വിജയങ്ങളൊന്നും കൊയ്യാതെ ആർക്കും വേണ്ടാത്തവരിടത്ത് ആവറേജായിട്ട് ഒതുങ്ങിപ്പോയവർ. ലക്ഷ്യങ്ങളില്ലാതെ യാത്ര തുടങ്ങിയതിൻ്റെ ഫലമാവാം ആ നിൽക്കുന്ന നിശബ്ദത. ജയിച്ചവരുടെ കഥകൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരാളായി നിൽക്കുമ്പോൾ ഒന്നുമാത്രം മനസ്സിലാക്കണം: തോൽവിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വിജയങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലുതാണ്. പക്ഷേ ഒരു നിമിഷം പാളിപ്പോയാൽ ജീവിതം ഒരു ശരാശരിയിൽ മാത്രം ഒതുങ്ങിപ്പോകും. ചുറ്റുമൊന്ന് നോക്കിയാൽ അങ്ങനെ ആയിപ്പോയ ജീവിതങ്ങൾ കാണാം. അത് നിങ്ങൾക്കൊരു പാഠമാകട്ടെ. ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കരുത്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എവിടെയും തങ്ങി നിൽക്കാതെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. വലിയ വിജയങ്ങളില്ലാതെ, എങ്ങും എത്താതെ ഒരു ആവറേജ് റേഞ്ചിൽ വന്ന് നിൽക്കേണ്ടി വരുന്നവർ, ആ അനുഭവത്തിൽ നിന്നും ചുറ്റുമുള്ളവർക്ക് പഠിക്കാൻ ഇത്രമാത്രം ജീവിതം വെറുതെ ഒഴുക്കി വിടരുത്. പതറാതെ വ്യക്തമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകണം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യണം. അതെത്ര ചെറിയ കാര്യമായാലും. കാരണം തോറ്റുപോകാൻ എളുപ്പമാണ്. മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ട് തലകുനിച്ച് നിൽക്കാൻ എളുപ്പമാണ്. എന്നാൽ ആ തല നിവർത്ത് തന്നാൽ കഴിയുന്ന കാര്യം തങ്ങൾ ചെയ്ത് വിജയിച്ചു എന്ന് കാണിച്ചു കൊടുക്കാൻ അല്പം പ്രയാസം തന്നെയാണ്. അപ്പോൾ എന്താണോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് അത് തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കണം. അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പ്രോത്സാഹിപ്പിക്കാൻ ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ആരുമില്ലെന്നും വരാം. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക തന്നെ വേണം. തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ. ശ്രമിക്കാതിരുന്ന് നിരാശപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് ശ്രമിച്ചിട്ട് തോൽക്കുന്നത്. അപ്പോൾ ശരി.